ആരാ? എന്താ എന്താങ്ങളെ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് ക്ലീറ്റസിന്റെ ഭാര്യ തങ്കത്തിന്റെ അമ്മാവൻ അഴകേശൻ. ഞാൻ നിങ്ങോട്ട് വരുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ക്ലീറ്റസിന്റെ ആരാ? വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഏത് ക്ലീറ്റസ്? എടാ മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ക്ലീറ്റസ് ഇല്ലേ? ഇപ്പൊ അവൻ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്താണ് താമസം. അപ്പൊ ഭാര്യയും കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളിന് മാറിപ്പോയി, വീട് മാറിപ്പോയി. ഇതല്ല. നീ മിണ്ടാതിരിക്കും, ഇതന്നെയാണ് വീട്. ഞാൻ ആ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചപ്പോൾ അവൻ കറക്കി തിരിഞ്ഞ് ദബ്ബടെ കൊണ്ടുവന്നിറക്കി 270 ഉറുപ്പിക മേടിച്ചിട്ട് പറഞ്ഞയച്ചല്ല ഇങ്ങോട്ട്. നിനക്ക് ആളെ മനസ്സിലായോ? നല്ല തടിച്ചിട്ട് വെളുത്തിട്ട് ഒരു വയറൊക്കെ ചാടിയ വെള്ളയൊക്കെ ഇട്ടിട്ട് കൂടെ ഒരു കരിഞ്ഞ ഒരു സാധനം. കരിഞ്ഞ സാധനം ഒറ്റ അടി കൊണ്ട് വെച്ചു ഞാൻ. കറുപ്പാണെങ്കിൽ അവൾക്ക് 7 അഴക, എൻ്റെ ചേച്ചിയുടെ മോളാവള്, പിന്നെ ഒരു കുട്ടി. ഈ പറയണ 3 കക്ഷിയെ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ അല്ല, പക്ഷെ ഞങ്ങളവിടെ കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടുന്ന് നേരെ അങ്ങ് പോയി കഴിയുമ്പോൾ ഒരു വളവുണ്ട്, ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. ചേടാ അങ്ങോട്ട് ഒരു കിലോമീറ്റർ ദൂരല്ലേ? 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 3 വീടുണ്ട്. 3 വീട്ടിൽ നീല ഗേറ്റ് വെച്ച ഒരു വീട്. അവിടെ ഈ 3 പേരുണ്ട്. ഞാൻ രാവിലെ കണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. അവിടേക്കാണ് അവര് പോയത്? ഞാൻ കണ്ടത്. ചേടാ ആ ഓട്ടോറിക്ഷക്കാരൻ വെറുതെ 1 കിലോമീറ്റർ ഓടിച്ചിട്ട് പൈസ എത്ര മേടിച്ചു എന്നറിയോ? ഈ ഓട്ടോക്കാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്നേ. ഇവിടുത്തെ ഒരു ഓട്ടോ വിളിച്ചാൽ മതി, 1.5 കിലോമീറ്റർ കൂടി പോയി. അത്ര ഓട്ടോ വിളിക്കേ? ഞാനാ ഇപ്പൊ തന്നെ അവൻ പറ്റിച്ചു. എന്നൊന്നും പറ്റിക്കാൻ പറ്റില്ല. ഞാൻ നടന്നു നോക്കോളാം. എന്തായാലും എന്റെ മോനെ കണ്ടത് നന്നായി വരൂട്ടാ. ഞാൻ പോയി കണ്ടോളാം. ശരി. ഇനിയിപ്പോ 1 കിലോമീറ്റർ അങ്ങോട്ട് ആരുടെ മുഖത്ത് നോക്കിയിട്ടാണ്? കനകനോട് ചോദിച്ചപ്പോ അവൻ പറയണ്ട് രാവിലെ ഇറങ്ങിയെന്ന്. അപ്പൊ ഇവിടെ പണ്ടേ എത്തേണ്ടതല്ലേ? അതെ, ഞാൻ നടരാജനെ വിളിച്ചപ്പോൾ നടരാജൻ പറഞ്ഞു ബസ്സിൽ കയറുന്ന കണ്ടോന്ന്. ഇപ്പൊ മണി 3 ആയില്ലേ? ഇവിടെ എത്ര സമയം കഴിഞ്ഞില്ലേ? അങ്ങനെ ദൂരേക്കൊക്കെ പോണ ആളല്ലേ ഇടി അമ്മാവൻ? പിന്നല്ലാണ്ട് ലോകത്തിന്റെ എവിടം വരെ വേണമെങ്കിലും പോകും. അതെങ്ങനെ അടങ്ങി വീട്ടിലിരിക്കുന്ന ആളല്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പോയി ഇരുവല്ല തലകർക്കോ വല്ല വന്നിട്ട് അല്ല ആശുപത്രിയിലായോ? അമ്മ അവന് തല കറക്കമൊന്നും വരില്ലേ. ഇതിപ്പോ എന്റെ സംശയം, ബസ്സിലിരുന്ന് വരുന്ന വഴിക്ക് എവിടെയോ ബാറിന്ന് ബോർഡ് കണ്ട് ചാടി അവിടെ ഇറങ്ങി 2 എണ്ണം കഴിച്ചിട്ട് വന്ന് ഉണ്ണാന്നൊക്കെ ഉള്ള തയ്യാറെടുപ്പില്ല. അതായിരിക്കും അവിടെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കും. പിന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മാവൻ. വരാന്ന് പറഞ്ഞ അവിടെ വരും. ഇതെന്തോ തട്ടുകേട് പറ്റിയിട്ടുണ്ട്. എനിക്ക് പേടി. അവിടെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാന്നേ. അമ്മാവനെ തട്ട് വരാൻ പോണു. ചുമ്മാ ചിലപ്പോ വല്ല കഴിക്കണ ആളാണ്. എന്ത് അതൊക്കെ കഴിച്ചാൽ എത്ര കൃത്യമായിട്ട് ഇവിടെ ഒന്ന് എത്തിക്കോളും. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എടി വിളിച്ചിട്ട് സ്വിച്ച് ഓഫാ പറയണേ. വിളിച്ചില്ലാന്ന് വേണ്ട. അല്ല ഇനിയിപ്പോ അതായിരിക്കും നല്ലത്. അതെ അതെ, പോലീസുകാരോട് പറഞ്ഞു ഒന്ന് അന്വേഷിക്കും. തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഈ പോലീസിന്റെ സഹായം ഒന്നും വേണ്ട. എന്റെ പിള്ളേരോട് പറഞ്ഞ അപ്പൊ തന്നെ അമ്മ തപ്പിയെടുത്ത് തന്നേനെ. ഞാൻ എവിടെയെന്ന് പറഞ്ഞു പോയി അന്വേഷിക്കും. വിളിച്ചോ ഫോൺ എന്ത് കിട്ടണ്ടേ? ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ ആരെങ്കിലും കണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്? പ്രായമായിട്ട് ഒരാൾ ഇങ്ങോട്ട് നമ്മുടെ വഴിക്ക് വന്നെ കണ്ടായിരുന്ന? ഞാൻ കണ്ടു. അതെ അമ്മാവ, ഇനിയും വൈകിയുണ്ടല്ലോ ഈ സാധനങ്ങളെല്ലാം തീരും. ഈ ചെറുക്കം ഒരു തീറ്റിപ്പണ്ടായിരുന്നു. ഞാനൊന്ന് ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ. ഞാൻ ഇതിലേ കൊണ്ടുവരാം. എന്തെങ്കിലും അറിഞ്ഞാൽ വേഗം വിളിക്കണേ. വിളിക്കാം. ഞാൻ കനകനൊന്നുകൂടെ വിളിച്ചു നോക്കാം കേട്ടോ.